നമസ്കാരം. നേർത്ത ഷീറ്റുകളുടെ വെൽഡിംഗ്, ലോഹങ്ങളുടെ ഗ്യാസ് കട്ടിംഗ് എന്നിവ പരിശീലിക്കുന്നതിനുള്ള ജ്വാല ക്രമീകരിക്കുന്നത് സംബന്ധിച്ച ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ ചെയ്യാനാകും. നോസിൽ വലിപ്പത്തിനനുസരിച്ച് ഗ്യാസ് മർദ്ദം സജ്ജമാക്കുക. വർക്കിൻ്റെ കനം അനുസരിച്ച് ശരിയായ വലിപ്പത്തിലുള്ള നോസിൽ തിരഞ്ഞെടുത്ത് ഘടിപ്പിക്കുക. ഫ്ലാറ്റ് പൊസിഷനുള്ള ജോബ് സെറ്റ് ചെയ്ത് ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിച്ച് ഫില്ലർ റോഡിനാലും അല്ലാതെയും ഫ്യൂഷൻ റൺ വെൽഡ് ചെയ്യുക. ഓക്സി അസറ്റലീൻ ജ്വാല ജ്വലിപ്പിക്കുക, ക്രമീകരിക്കുക, കെടുത്തുക. വർക്ക് നിർത്തുന്നതിന് ഓക്സി അസറ്റലീൻ പ്ലാന്റ് ഷട്ട് ചെയ്യുക. വെൽഡ്മെൻറ്റ് വൃത്തിയാക്കുകയും വെൽഡ് വൈകല്യങ്ങളുണ്ടോ എന്ന് നോക്കി പരിശോധിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ടാസ്കിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് ഓക്സി അസറ്റലീൻ ജ്വാല സജ്ജമാക്കൽ. സുരക്ഷാ വസ്ത്രം ധരിക്കുക. ഗ്യാസ് സിലിണ്ടറുകൾ തുറന്ന് റെഗുലേറ്ററുകളിൽ ഗ്യാസ് മർദ്ദം ക്രമീകരിക്കുക. ബ്ലോ പൈപ്പിലെ അസറ്റിലീൻ വാതകത്തിൻ്റെ നിയന്ത്രണ വാൽവ് തുറക്കുക. ഒരു സ്പാർക്ക് ഉപയോഗിച്ച് തീ കത്തിക്കുക. കറുത്ത പുക മാറുന്നതുവരെ അസറ്റിലീൻ ഒഴുക്ക് ക്രമീകരിക്കുക. ജ്വാലയിൽ ശബ്ദമില്ലാതെ കൃത്യമായ റൗണ്ട് ആന്തരിക കോൺ സ്ഥാപിക്കുന്നതുവരെ ഓക്സിജൻ വാതകം തുറക്കുക. ഇത് ന്യൂട്രൽ ജ്വാല എന്ന് അറിയപ്പെടുന്നു. ഓക്സിജൻ വാതകം വർദ്ധിപ്പിച്ച് ഓക്സിഡൈസിംഗ് ജ്വാല ക്രമീകരിക്കുക. മൂർച്ചയുള്ള ആന്തരിക കോണും ചെറിയ ഹിസ്സിംഗ് ശബ്ദവുമായി. ന്യൂട്രൽ ജ്വാല വീണ്ടും സജ്ജീകരിച്ച് ശബ്ദമില്ലാതെ ഒരു ബാഹ്യ കോൺ കൊണ്ട് പൊതിഞ്ഞ സോഫ്റ്റായ ഇന്നർ കോണോടുകൂടിയ കാർബറൈസിംഗ് ജ്വാല അസറ്റലീൻ വാതകം വർദ്ധിപ്പിച്ച് ക്രമീകരിക്കുക. ബാക്ക് ഫയറോ ഫ്ലാഷ് ബാക്കോ ഇല്ലാതെ ജ്വാല സജ്ജീകരിക്കുന്നതുവരെ തീജ്വാലകളുടെ ക്രമീകരണം ആവർത്തിക്കുക. ആദ്യം അസറ്റലീൻ വാൽവും പിന്നീട് ഓക്സിജൻ വാൽവും അടച്ച് തീ കെടുത്തുക. അല്പം ഓക്സിജൻ വാതകം തുറന്ന് തണുപ്പിക്കാൻ ബ്ലോ പൈപ്പ് നോസിൽ വെള്ളത്തിൽ മുക്കുക. സിലിണ്ടർ വാൽവുകൾ അടച്ച് ലൈനിൽ നിന്നുള്ള എല്ലാ പ്രഷറും റിലീസ് ചെയ്യുക. അടുത്തതായി രണ്ടാമത്തെ ദൗത്യത്തിൻ്റെ നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് ഫില്ലർ റോഡ് ഇല്ലാതെ ഫ്ലാറ്റ് പൊസിഷനിൽ ഗ്യാസ് ഉപയോഗിച്ച് ഫ്യൂഷൻ റൺ ചെയ്യുന്നു. ഡ്രോയിങ് അനുസരിച്ച് സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കളുടെ അളവുകൾ പരിശോധിക്കുക. ഡ്രോയിങ് അനുസരിച്ച് ആവശ്യമായ അളവിൽ അടയാളപ്പെടുത്തി അതനുസരിച്ച് ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ബീഡ് പൊസിഷൻ അടയാളപ്പെടുത്തുക. അസറ്റോൺ ഉപയോഗിച്ച് ഉപരിതലം വൃത്തിയാക്കുക. വെൽഡിംഗ് ടേബിളിൽ ഇടത്ത് അറ്റം 15 മില്ലിമീറ്ററോളം ഉയർത്തി ജോബ് പീസ് സജ്ജമാക്കുക. ഇന്ത്യൻ ഓക്സിജൻ നിർമ്മിതമായ നോസൽ സൈഡ് 5 തിരഞ്ഞെടുത്ത് ഒരു ബ്ലോ പൈപ്പിൽ അറ്റാച്ച് ചെയ്യുക. റെഗുലേറ്ററുകളിൽ അസറ്റലീൻ ഓക്സിജൻ പ്രഷറുകൾ 0.15 kg/സ്ക്വയർ സെൻറ്റിമീറ്ററായി സജ്ജമാക്കുക. സുരക്ഷാ വസ്ത്രം ധരിക്കുക. ഒരു സ്പാർക്ക്ലേറ്റർ ഉപയോഗിച്ച് കത്തിച്ച് ന്യൂട്രൽ ജ്വാല സജ്ജമാക്കുക.
ജോബിൻ്റെ വലത് അറ്റത്ത് വരുന്നത് പോലെ 5 മാർക്കുകളാൽ കാണിച്ചിരിക്കുന്ന വെൽഡിംഗ് ലൈനുമായി 60 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രി നോസൽ ആംഗിൾ പൊസിഷനിൽ ചേരുന്ന സർഫേസിൽ നോസിലുകൾ 90 ഡിഗ്രി ആംഗിളിൽ ജ്വാല കോൺ ഉപരിതലത്തിൽ നിന്ന് 1.5 മില്ലിമീറ്റർ മുതൽ 3 മില്ലിമീറ്റർ വരെ അകലെയായി ഇടത്തേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് ബ്ലോ പൈപ്പ് പിടിക്കുക. ബ്ലോ പൈപ്പിൻ്റെ നേരിയ വൃത്താകൃതിയിലുള്ള ചലനത്താൽ ഉപരിതലത്തിൻ്റെ ഹീറ്റിങ്ങും ഫ്യൂസിങ്ങും ആരംഭിക്കുക. ഉരുകിയ ലോഹത്തിൻ്റെ ഒരു ചെറിയ റൗണ്ട് പൂളിൻ്റെ ലോക്കൽ ഫ്യൂഷൻ ലഭിക്കുമ്പോൾ ഒരു ഏകീകൃത വേഗത നിലനിർത്തിക്കൊണ്ട് ബ്ലോ പൈപ്പ് ഇടതുവശത്തേക്ക് നീക്കുക. ഇടത് അറ്റത്ത് നിർത്തി ബ്ലോ പൈപ്പ് പെട്ടെന്ന് ഉയർത്തുക. തീ അണച്ച് ബ്ലോ പൈപ്പ് വെള്ളത്തിൽ മുക്കി തണുപ്പിക്കുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ഫ്യൂസ് ചെയ്ത പ്രതലം വൃത്തിയാക്കുക. ഫ്യൂഷൻ റണ്ണുകളുടെ യൂണിഫോമിറ്റി പരിശോധിക്കുക. നിങ്ങൾ യൂണിഫോം ഫ്യൂഷൻ നേടുന്നതുവരെ എക്സർസൈസ് ആവർത്തിക്കുക. മൂന്നാമത്തെ ദൗത്യത്തിൻ്റെ നടപടിക്രമം നമുക്ക് ഇപ്പോൾ പഠിക്കാം. അതായത് ഫില്ലർ റോഡുമായി ഗ്യാസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഫ്യൂഷൻ റൺ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കളുടെ അളവുകൾ പരിശോധിക്കുക. ഡ്രോയിങ് അനുസരിച്ച് ആവശ്യമായ അളവിൽ അടയാളപ്പെടുത്തി അതനുസരിച്ച് ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ബീഡ് പൊസിഷൻ അടയാളപ്പെടുത്തുക. അസറ്റോൺ ഉപയോഗിച്ച് ഉപരിതലം വൃത്തിയാക്കുക. വെൽഡിംഗ് ടേബിളിൽ വർക്ക് പീസ് ഇടത് അറ്റം 15 മില്ലിമീറ്ററോളം ഉയർത്തി സജ്ജമാക്കുക. IOL മേക്ക് സഫയർ ടൈപ്പ് സൈസ് 5 നോസിലുകൾ തിരഞ്ഞെടുക്കുക. അസിറ്റിലീൻ ഓക്സിജൻ മർദ്ദം 0.15 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്ററായി സെറ്റ് ചെയ്യുക. ഡയാമീറ്റർ 1.6 മില്ലിമീറ്ററിൻ്റെ കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. സുരക്ഷാ വസ്ത്രം ധരിക്കുക. ഒരു സ്പാർക്ക് ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് ന്യൂട്രൽ ജ്വാല സജ്ജമാക്കുക. ഷീറ്റിൻ്റെ പഞ്ച് ചെയ്ത ലൈനിൽ 60 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രി കോണിൽ ബ്ലോ പൈപ്പ് പിടിച്ച് വലത്തെ അറ്റത്ത് ഒരു ചെറിയ ഉരുക്കിയ പൂൾ സൃഷ്ടിക്കുക. ഉരുകിയ പൂളിന് സമീപത്തേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് വെൽഡ് ലൈനുമായി 30 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി കോണിൽ ഇടത് കൈയിൽ ഫില്ലർ റോഡ് പിടിക്കുക. ഫില്ലർ റോഡിൻ്റെ അറ്റം ഉരുകിയ പൂളിൽ മുക്കി ജോബിൻ്റെ ഉപരിതലത്തിൽ ഒരു വെൽഡ് ബീഡ് സൃഷ്ടിക്കുന്നതിനായി ഫില്ലർ മെറ്റൽ ചേർക്കുക. ബ്ലോ പൈപ്പിൻ്റെ ചെറിയ വൃത്താകൃതിയിലുള്ള ചലനവും ഫില്ലർ റോഡിൻ്റെ പിസ്റ്റൺ പോലെയുള്ള ചലനവുമായി പഞ്ച് ചെയ്ത ലൈനിലൂടെ ഏകീകൃത വേഗതയിൽ ഇടത്തേക്ക് നീങ്ങുക. ഇടതറ്റത്ത് നിർത്തി ബ്ലോ പൈപ്പ് പെട്ടെന്ന് ഉയർത്തുക. തീ അണച്ച് ബ്ലോ പൈപ്പ് വെള്ളത്തിൽ മുക്കി തണുപ്പിക്കുക. ഒരു ചിപ്പിംഗ് ഹാമറും വയർ ബ്രഷും ഉപയോഗിച്ച് വെൽഡ് സർഫസ് വൃത്തിയാക്കുക. വെൽഡ് ബീഡിൻ്റെ ഒരേപോലെയുള്ള റിപ്പിളുകളും യൂണിഫോമായ വീതി, ഉയരം എന്നിവയും പരിശോധിക്കുക. മികച്ച ഫലം ലഭിക്കുന്നതുവരെ എക്സർസൈസ് ആവർത്തിക്കുക. ഇനി നമുക്ക് ജ്വാല ക്രമീകരണ പരിശീലനത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ പഠിക്കാം.
സ്പാർക്ക് ലൈറ്റർ അല്ലാത്ത തീയുടെ മറ്റു ഉറവിടങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. തീ കെടുത്തിക്കൊണ്ട് എപ്പോഴും ജോലി നിർത്തുക. താപത്തിൻ്റെ അമിത സാന്ദ്രത ഒഴിവാക്കുക. ലോഹം കൂടുതൽ ചൂടാവുകയാണെങ്കിൽ ഉരുകിയ പൂളിൽ നിന്ന് തൽക്ഷണം ബ്ലോ പൈപ്പ് ഉയർത്തുക. ബ്ലോ പൈപ്പിൻ്റെ ട്രാവൽ റേറ്റും വൃത്താകൃതിയിലുള്ള ചലനവും ക്രമീകരിച്ചുകൊണ്ട് ഉരുകിയ പൂൾ കൃത്യമായ വലിപ്പത്തിൽ സൂക്ഷിക്കുക. ട്രാവൽ വേഗതയും ബ്ലോ പൈപ്പ് ചലനവും കൃത്യമാണെങ്കിൽ ഫ്യൂഷൻ റൺസ് യൂണിഫോം വീതിയിലും റിപ്പിളുകളിലും ദൃശ്യമാകും. ജോബിൻ്റെ ഉപരിതലത്തിൽ നിന്ന് 2.0 മുതൽ 3.0 മില്ലിമീറ്റർ വരെ ഫ്ലേം കോൺ അകലം പാലിക്കുക. ബീഡ് ഉയരത്തിലും വീതിയിലും തുല്യമായി നിർമ്മിക്കാൻ ആവശ്യമായ റോഡ് ഉരുകിയ പൂളിലേക്ക് ചേർക്കുക. ബീഡിൻ്റെ വലിപ്പവും ആവശ്യമായ നുഴഞ്ഞുകയറ്റവും നിയന്ത്രിക്കാൻ ഫില്ലർ റോഡുമായി ട്രാവൽ റേറ്റ് ഏകോപിപ്പിക്കുക. നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. നോസിൽ വലിപ്പത്തിനനുസരിച്ച് ഗ്യാസ് മർദ്ദം സജ്ജമാക്കുക. വർക്കിൻ്റെ കനമനുസരിച്ച് ശരിയായ വലിപ്പത്തിലുള്ള നോസിൽ തിരഞ്ഞെടുത്ത് ഘടിപ്പിക്കുക. ഫ്ലാറ്റ് പൊസിഷനുള്ള ജോബ് സെറ്റ് ചെയ്ത് ലെഫ്റ്റ് ടെക്നിക് ഉപയോഗിച്ച് ഫില്ലർ റോഡിനാലും അല്ലാതെയും ഫ്യൂഷൻ റൺ വെൽഡ് ചെയ്യുക. ഓക്സി അസറ്റലീൻ ജ്വാല ജ്വലിപ്പിക്കുക, ക്രമീകരിക്കുക, കെടുത്തുക. വർക്ക് നിർത്തുന്നതിന് ഓക്സി അസറ്റലീൻ പ്ലാന്റ് ഷട്ട് ചെയ്യുക. വെൽഡ്മെൻറ്റ് വൃത്തിയാക്കുകയും വെൽഡ് വൈകല്യങ്ങളുണ്ടോ എന്ന് നോക്കി പരിശോധിക്കുകയും ചെയ്യുക. അപ്പോൾ ജ്വാല തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയുമാണ്. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.